പ്രിയപ്പെട്ടവരെ, ഇത് ഒരു പഞ്ചായത്തിന്റെയോ വേറെന്തിന്റെ ഒരു ഉദ്ഘാടന പരിപാടി പോലെയല്ല തോന്നുന്നത്. ഒരു നാടിന്റെ ഉത്സവമോ ആഘോഷമോ പങ്കെടുക്കുന്ന പോലെയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അനുഭവപ്പെടുന്നത്. ആബാലവൃദ്ധം ജനങ്ങളും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അതിനെ അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാക്കിക്കൊണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് പ്രായമേറിയ ഗുരുകാരണവന്മാരുടെ അമ്മമാരുടെ ഉമ്മമാരുടെ സാന്നിധ്യത്തിൽ ഇങ്ങനെ ഒരു സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നതിൽ അതിയായിട്ടുള്ള ചാരിതാർത്ഥ്യമുണ്ട്, സന്തോഷമുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ഉദ്ഘാടനത്തിന് എഴുന്നേറ്റ് നിൽക്കുന്ന ഒരാളും അല്ല. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ്. നാടിനൊരു നല്ല കാര്യം നടക്കുമ്പോൾ അതിന്റെ ഭാഗവാക്കാവാൻ എത്തിച്ചേർന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ് ഇതിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നേരുന്നത്. കക്ഷി രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും ഒക്കെ അതീതമായി ഈ നാട് ഇഷ്ടപ്പെടുന്ന ഒരു വികസന പ്രവർത്തനമാണ് ഇവിടെ പൂർത്തീകരിക്കാൻ സാധിച്ചത് എന്ന കാര്യത്തിന് സംശയം വേണ്ട. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം ആലോചിക്കുകയായിരുന്നു. ഇപ്പോ ഈ പുഴയുടെ തീരത്ത് എങ്ങനെയാണ് ഇപ്പൊ പഞ്ചായത്ത് ഇങ്ങനെ ഒരു പാർക്കിലേക്ക് എത്തിയത് എന്നുള്ള സംശയം അത് വളരെ ഗൗരവമായി ചിന്തിക്കുമ്പോഴാണ് ഇവിടെ പ്രിയപ്പെട്ട റംഷീദും അതുപോലെ തന്നെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റും ടീച്ചറും ഒക്കെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇങ്ങോട്ടേക്ക് നടന്ന വഴിയിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രതിസന്ധികളെയും തടസ്സങ്ങളെയും ഒക്കെ നീക്കം ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ വാണിമേലിന്റെ പാർക്ക് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടുള്ളത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും ഈ നാട്ടിലെ ഓരോ പൗരനും വേണ്ടി ഹൃദയം തുറന്ന് അഭിനന്ദിക്കാനും അഭിവാദ്യങ്ങൾ അറിയിക്കാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഈ പാർക്കിന്റെയും കൂട്ടായ്മയുടെയും ഒക്കെ പ്രത്യേകത, ഇപ്പോ ഉടുത്തിട്ടിരിക്കുന്ന ഉടുപ്പ് എന്റെയാണ്, കയ്യിലുള്ള ഫോൺ എന്റെയാണ്, വന്ന വണ്ടി വേറൊരാളുടെ, ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോന്ന് അവനവന്റെ എന്ന് പറയാനുണ്ടാവും. അവനവന്റെ എന്ന് പറയാൻ നമുക്ക് ചെറുതും വലുതുമായി പല ഇടങ്ങളുണ്ട്, ചെറുതും വലുതുമായി പല കാര്യങ്ങളുണ്ട്. അതെല്ലാം ഉള്ളതിന്റെ നടുവിലും എന്റെയല്ല, നിന്റെയല്ല, ഞങ്ങളുടെയല്ല, നിങ്ങളുടെയല്ല, നമ്മുടെയാണെന്ന് പറയാൻ വാണിമേലിനൊരു പാർക്കുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. മനുഷ്യർക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ് ഉള്ള ഒരു കാലമാണ്. അത് ഫിസിക്കലി മാത്രമല്ല മെന്റലി പോലും ആളുകൾക്ക് സഹിക്കാൻ കഴിയാത്ത സംഘർഷങ്ങൾ ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു വൈകുന്നേരത്ത് 10 മിനിറ്റ് എവിടെയെങ്കിലും ഒന്ന് പോയി ഇരിക്കാൻ, ഇരുന്ന് അല്പനേരം ഒന്ന് സംസാരിക്കാൻ, സംവദിക്കാൻ, ചിരിക്കാൻ, കുട്ടികളൊന്ന് ഓടി കളിക്കുന്നത് കാണാൻ, കുറച്ച് സമയം ചെലവഴിക്കാൻ ആരെങ്കിലും ആഗ്രഹിച്ചാൽ അതിന് പൊതു ഇടങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് എല്ലാ നാടും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അങ്ങനെ ഒരു പൊതു ഇടമാണ് ഇവിടെ നിങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. അതിന് തീർച്ചയായിട്ടും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അക്കാര്യത്തിൽ ഞാൻ നേരാൻ ആഗ്രഹിക്കുന്നു. ഒപ്പം ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിന്റെ പൂർത്തീകരണ ഘട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്കും പഞ്ചായത്തിന്റെ ഫണ്ടുകൾ ചെലവഴിക്കാൻ ഇച്ചിരി പ്രയാസമാണ് എന്ന് പറയുമ്പോൾ അതിനോട് കൂടെ നിൽക്കാൻ തയ്യാറായി നിൽക്കുന്ന പ്രിയപ്പെട്ട റഫീഖ് ഉൾപ്പെടെയുള്ള ചെറുതും വലുതുമായി 1 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ എന്ന് പറഞ്ഞു. ആ 1 രൂപയുടെ നാണയത്തൊട്ട് 2 ലക്ഷം രൂപ വരെയുള്ള മുഴുവൻ ആളുകൾക്കും, കൊടുത്ത മുഴുവൻ ആളുകൾക്കും പൊതുവിടങ്ങളുടെ സംരക്ഷണത്തിനും വീണ്ടെടുപ്പിനും വേണ്ടി നിങ്ങൾ ചെലവഴിച്ച തുകയും അത് പാഴായി പോവില്ല. നിങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്ന വിവിധ തലങ്ങളിൽ ഈ നാടിന്റെ പൊതുകാര്യത്തിന് വേണ്ടി വന്നു ചേർന്ന എല്ലാവർക്കും ആബാലവൃദ്ധം ഞാൻ പറയുന്നു, നാട്ടിലെ വേണ്ടപ്പെട്ടവരുടെ ഒരു കല്യാണം കൂടിയതുപോലത്തെ ഒരു തോന്നലാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ തരുന്നത്. നിങ്ങളുടെ സ്നേഹത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി. നാടിന്റെ പുരോഗമനത്തിന്റെ കാര്യത്തിൽ ഇവരെല്ലാം എടുത്ത അധ്വാനത്തിന് ഞാനൊരു ജനപ്രതിനിധി എന്ന നിലക്ക് കൂടി എന്റെ അഭിനന്ദനങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിനെയും സഹപ്രവർത്തകരെയും ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. മനോഹരമായ ഒരു പൊതു ഇടമാണ്, അത് സംരക്ഷിച്ചു പിടിക്കണം. നാട്ടില് ലഹരിയും വിപത്തും കാര്യങ്ങളൊക്കെ അതിനെയൊക്കെ അതിജീവിക്കാൻ ഇതുപോലത്തെ കൂട്ടായ്മകൾക്ക് കഴിയും. ഒപ്പം ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എന്റെ കുട്ടിപ്പട്ടാളത്തിന്, എന്റെ കുഞ്ഞു കൂട്ടുകാർക്ക് പ്രത്യേകം എന്റെ സ്നേഹവും നന്ദി അവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നു.